gratitude and heart full of patriotism, let us now take the pledge. I invite Naval Tejas to take the pledge. Pledge India is my country and all Indians are. Good morning. Today's thought of the day. Education is the most powerful weapon which can change the world. Thank you. Have a nice day. Thank you, Govind. Here comes Abel to share the word of the day. Good morning to all. Today's new word, serene, meaning peaceful and calm. Sentence, a serene lake reflected the beauty of surrounding mountains. Thank you. Thank you, Abel. Next we have Kritika C. Vinay, who will say a few words about International Yoga Day. Good morning. Today we are celebrating Yoga Day. Yoga Day is celebrated on 21st June every year. Yoga is an ancient activity and discipline. It is related to achieving physical, mental and spiritual health. It includes various postures, chants, mantras and meditation. It also includes breathing exercises. It helps us to relax and Good morning. Today I am going to sing a poem about yoga. Name of the poem is A Poem for Meditation. I leave myself down on the welcoming ground, the earth's spine becoming mine. Peace shapes into heavy limbs and slows my heartbeat to the pace of. Good morning. Today's news headlines. Israel-Iran conflict, UAE evacuates citizens and nationals from Iran amid rising tensions. The census of a key known summit is in. Good morning. Okay, what is the study of fruit called? You know the answer? Answer is pomology. And the second question, which is the longest river in Europe? Which is the longest river in Europe? Comes the students from classes 5 to 10 to introduce some yoga asanas. യോഗകരുതം പ്രവരം മുനീനാം പതഞ്ജലി പ്രാഞ്ജലി ജ്ഞാനദോസ്മി. യോഗ മനസ്സിനും ശരീരത്തിനും നമ്മുടെ ആത്മാവിനും ഒരുപോലെ സുഖം പകരുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. ഈ മൂന്ന് ഘടകങ്ങളെയും, അതായത് ശരീരം, മനസ്സ്, നമ്മുടെ ആത്മാവ്, ഈ മൂന്ന് ഘടകങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് യോഗയുടെ പ്രഥമമായ ലക്ഷ്യം. നമുക്കറിയാം, നമ്മൾ മനസ്സിലൊന്ന് വിചാരിക്കും, ചെയ്യുന്നത് വേറൊരു കാര്യമായിരിക്കും. അപ്പൊ ഈ മനസ്സിനെയും ശരീരത്തെയും, മനസ്സെന്ത് പറയുന്നു അതിനനുസരിച്ച് ശരീരം പ്രവർത്തിപ്പിക്കാനും, ശരീരം എന്താഗ്രഹിക്കുന്നു അതിനനുസരിച്ച് മനസ്സിനെയും കൊണ്ടുപോകാനും ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ് യോഗ പരിശീലിക്കുക എന്നുള്ളത്. കുട്ടികളിൽ യോഗയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളിൽ പറയുന്ന കാര്യങ്ങളായിട്ടുള്ള ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുക, അവരുടെ ശ്രദ്ധ, അതായത് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക, ഇതെല്ലാം നമുക്ക് യോഗയിലൂടെ. കൈകൾ ബാക്കിൽ വെക്കുക, ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ആദ്യം കഴുത്ത് മാത്രം ബെൻഡ് ചെയ്ത് മുകളിലേക്ക് നോക്കുക, അപ്പ്, സ്ലോലി ഡൗൺ, again up, down, up, down.
തല നിവർത്തി നേരെ നോക്കുക. ദെൻ സൈഡ് ടു സൈഡ് ബെൻഡ്. സൈഡിലോട്ട് ബെൻഡ് ചെയ്യുന്നതാണ്. ഷോൾഡർ പൊന്തിക്കാതെ പരമാവധി തല ചരിച്ച് ഷോൾഡറിൻ്റെ അവിടേക്ക് കൊണ്ടുവന്ന് ശ്രമിക്കുക. 1 ചേഞ്ച്, 2 ചേഞ്ച്, 3 ചേഞ്ച്. തല നിവർത്തി നേരെ നോക്കുക. ദെൻ സൈഡ് ടു സൈഡ് ടേൺ. പുറകിലോട്ട് തിരിഞ്ഞ് നോക്കുക. ബോഡി തിരിയാതെ കഴുത്ത് മാത്രം തിരിച്ച് ബാക്കിലേക്ക് നോക്കുക. 1 റൈറ്റ് സൈഡിലോട്ട്. ദെൻ ചേഞ്ച്, ലെഫ്റ്റിലൂടെ ബാക്കിലോട്ട് നോക്കുക. ദെൻ 2 അഗെയിൻ വലതിലൂടെ പുറകിലോട്ട്. ചേഞ്ച്, ഇടതിലൂടെ പുറകിലോട്ട്. 3 ചേഞ്ച്. കൈമുട്ടുകൾ ചേർത്ത് പിടിച്ച് നേരെ മുകളിലൂടെ വശങ്ങളിലൂടെ താഴേക്ക് വരിക, മുന്നിലേക്ക് കൊണ്ടുവരിക. 1 തിരിയാതിരിക്കാൻ ശ്രമിക്കുക. 1 രണ്ട് സൈഡിൽ ചേഞ്ച് ചെയ്യുക. 2 3 ദെൻ നോക്കുക. ദെൻ സിറ്റപ്പാണ്. കൈകൾ രണ്ടും മുന്നോട്ട് നീട്ടി പിടിക്കുക. ഹാഫ് സിറ്റപ്പാണ് ചെയ്യുന്നത്, അതായത് സാങ്കല്പിക ചെയർ പോസ്. കൈ രണ്ടും മുന്നോട്ട് നീട്ടി പിടിക്കുക. കാൽവർഷം അകത്ത് വീശോളൂ. ദെൻ ഡൗൺ, അപ്പ്, ഡൗൺ, അപ്പ്, ഡൗൺ, അപ്പ്. റിലാക്സ് ചെയ്യുക. കൈകാലൊന്ന് ചകത്തി വെച്ച് കണ്ണടച്ചൊന്ന് റിലാക്സ് ചെയ്തോ. കൈവിരലുകൾ പുറത്ത് പിടിച്ച് ഒന്നുകൂടെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഹീൽ ഉയർത്തിക്കോ. 1 2 3 4 5. സ്ലോലി എക്സ്ഹേൽ ഡൗൺ. കൈകൾ വശങ്ങളിലൂടെ തന്നെ താഴേക്ക് കൊണ്ടുവരും. Then relax ചെയ്യുക. നെക്സ്റ്റ് ആസന വൃക്ഷാസന. ഒരു കാല് എടുത്ത് തൊടയിൽ ചവിട്ടി കുത്തി നിർത്തിയതിനു ശേഷം കൈകൾ ഉയർത്തി നിൽക്കുന്നതാണ് വൃക്ഷാസന. then നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വലത് കാല് ഉയർത്തി ഇടത് കാലിൻ്റെ തുടയിൽ വയ്ക്കുക. ദെൻ കൈകൾ വശങ്ങളിലൂടെ ഉയർത്താം. ബാലൻസ് ആയതിനു ശേഷം ഇൻഹേൽ അപ്പ്. തൊഴുത് പിടിച്ച് ബോഡിയിലൊന്ന് സ്ട്രെച്ച് ചെയ്ത് 3 4 സ്ലോലി എക്സ്ഹേൽ ഡൗൺ. ദെൻ ചേഞ്ച് ചെയ്യാം. ഇടത് കാല് ഇതേപോലെ തന്നെ ആവർത്തിക്കാം. ഇടത് കാല് മടക്കി വലത് കാലിൻ്റെ തുടയിൽ വയ്ക്കുക. ദെൻ കൈകൾ വശങ്ങളിലൂടെ ഉയർത്താം. ഇൻഹേൽ അപ്പ്. കൈകൾ തൊഴുത് പിടിച്ച് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. സ്ലോലി എക്സ്ഹേൽ ഡൗൺ. കാലുകൾ 2 അടി 2.5 അടിക്ക് അകത്തി വയ്ക്കുക. കുറച്ച് അകത്തി വയ്ക്കാം. കൈകൾ വശങ്ങളിലൂടെ ശ്വാസത്തോടൊപ്പം ഷോൾഡർ ലെവലിൽ ഉയർത്തിപ്പിടിക്കുക. ദെൻ വലത് കാല് വലത് സൈഡിലേക്ക്, വലത് കാൽപാദം വലത് സൈഡിലേക്ക് തിരിച്ചു വെച്ചതിന് ശേഷം ശ്വാസം ഇട്ടുകൊണ്ട് വലത് കൈ വലത് കാൽപാദത്തിന് മുകളിലായിട്ട് വയ്ക്കുക. ഇടത് കൈ നേരെ മുകളിലോട്ട് തല തിരിച്ച് ഇടത് കൈകളിലെ വിരലുകളിലേക്ക് നോക്കുക. അവിടെ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. ഇൻഹേൽ അപ്പ്. കൈകൾ ഷോൾഡർ ലെവലിൽ വിടർത്തി നിൽക്കുക. വലത് കാൽപാദം നേരെ വെച്ച് ഇടത് കാൽപാദം ഇടത് സൈഡിലേക്ക് ചരിച്ചു വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഇരുന്നുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്യാൻ പോവാണ്. ബദ്ധകോണാസന. കാൽമുട്ടുകൾ മടക്കി
കാൽപാദങ്ങൾ ചേർത്ത് പിടിച്ച് നമ്മൾ കൈകൊണ്ട് തൊഴുന്നത് പോലെ കാൽപാദങ്ങൾ കൊണ്ട് തൊഴുത് കാൽപാദങ്ങളെ ഉള്ളിലോട്ട് വലിച്ചു വയ്ക്കുക. നട്ടെല്ല് നിവർത്തി കാൽപാദങ്ങളെ കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ച് നിവർന്നിരിക്കാൻ ശ്രമിക്കുക. ബദ്ധകോണാസനം. Hold your 1, 2, 3, 4. കാലുകൾ നിവർത്തുക. കൈകൾ ബാക്കിൽ വെച്ച് റിലാക്സ് ചെയ്തിരിക്കുക. കാലുകൾ വീണ്ടും ചേർത്ത് വയ്ക്കുക. വലത് കാല് മടക്കി ഇടത് കാൽ മുട്ടിൻ്റെ അടുത്തായിട്ട് കുത്തി നിർത്തുക. വലത് കൈ നട്ടെല്ലിന് പുറകിലായിട്ട് വയ്ക്കുക. ഇടത് കൈ ശ്വാസത്തോടൊപ്പം മുകളിലോട്ട് ഉയർത്തുക. ഇൻഹേൽ അപ്പ്, ദെൻ എക്സ്ഹേൽ ചെയ്യുമ്പോൾ കാൽപാദത്തിൽ പിടിക്കാനായിട്ട് ശ്രമിക്കുക. എക്സ്ഹേൽ ഡൗൺ. കാലിൽ പിടിച്ചതിന് ശേഷം പുറകിൽ കുത്തിയ കൈയുടെ ഷോൾഡർ ബാക്കിലോട്ട് വലിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിലോട്ട് നോക്കുക. ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4. തല തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇൻഹേൽ അപ്പ്, ചുറ്റി പിടിച്ച കൈനെ മുകളിലോട്ട് ഉയർത്താം. എക്സ്ഹേൽ ഡൗൺ, താഴെ വയ്ക്കുക. കാലുകൾ നിവർത്തി വയ്ക്കുക. ഇടത് കാലിലും ഇതാവർത്തിക്കാം. ഇടത് കാല് മടക്കി കുത്തി നിർത്താം. ഇടത് കൈ പുറകിൽ വെച്ചതിന് ശേഷം വലത് കൈ ശ്വാസത്തോടൊപ്പം ഉയർത്താം. ഇൻഹേൽ അപ്പ്, എക്സ്ഹേൽ. ഇടത് കാലിനെ ചുറ്റിപ്പിടിച്ച് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുക. 1, 2, 3, 4. ചുറ്റിപ്പിടിച്ച കൈയെ ശ്വാസത്തോടൊപ്പം ഉയർത്താം. ഇൻഹേൽ അപ്പ്, സ്ലോലി എക്സ്ഹേൽ ഡൗൺ. കൈകൾ താഴെ വയ്ക്കുക. കാല് With that, we come to the conclusion of today's morning assembly. Let us all now stand for national anthem. गणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 जय